ഹായ്, ഗുഡ് മോർണിംഗ് മൈ ടൈപ്പിൾ മീസ്. ഞാനേ അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകുക ഒരുങ്ങുവാണേ. എങ്ങോട്ടാന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അങ്ങ് മലപ്പുറത്തോട്ട് എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എന്താ അറിയോ, ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ആ തറവാട്ടിലോട്ട് പോയിട്ടില്ല, അവരുള്ള ആരെയും കണ്ടിട്ടില്ല. ആ അത് പറഞ്ഞപ്പോഴാ എൻ്റെ അമ്മയും ഡാഡിയും ഞാനൊന്ന് പോയി നോക്കട്ടെ, അവർ റെഡിയായോ എന്തോ. ഡാഡി മമ്മി, ആഹാ നിങ്ങൾ എണീച്ച് റെഡിയായോ? ഞാൻ വിചാരിച്ചു കെട്ടിപ്പിടിച്ച് ഉറങ്ങുമായിരിക്കും. എടി ചെറിയ വായിലും വലിയ വർത്താനാണോ നീ പറയുന്നേ? ആ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറത്ത് കേൾക്കണം. കൊഞ്ചിച്ചങ്ങ് വഷളാക്കി വച്ചിരിക്കല്ലേ കൊച്ചിനെ. പോട്ടേടി, അവള് കുഞ്ഞല്ലേ. അല്ല, എന്റെ പൊന്നുമോളെന്ന് നേരത്തെ കുളിച്ച് റെഡി ആയിട്ടുണ്ടല്ലോ. മൂട്ടിൽ വെയിലടിച്ച പോലെ എനിക്കത് കുട്ടിയാ. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ എൻ്റെ അമ്മൂശേ. അല്ല, നിങ്ങൾ റെഡിയല്ലേ? എന്ന് നമുക്ക് പോയാലോ? നീയാണോ ഞങ്ങളെ കൊണ്ടുവന്നേ, അത് ഞങ്ങളാണോ നിന്നെ കൊണ്ടുവന്നേ? ഞാൻ കൊണ്ടുപോയ എന്താ പ്രശ്നം? എനിക്ക് റൂട്ട് പറഞ്ഞാൽ മതി, നിങ്ങളെ സേഫ് ആയിട്ട് ഞാൻ കൊണ്ടെത്തിക്കാം. ഓഹോ, അപ്പോ ഭയങ്കര ത്രില്ലാണെന്ന് സാരം. മതി മതി സംസാരിച്ചത്. ഇനി ടൈം കളയണ്ട, നമുക്ക് ഇറങ്ങാം. ഡാഡി, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് ടൈം ആയില്ലേ? ഇനി എപ്പോഴാണ് നമ്മൾ തറവാട്ടിലോട്ട് എത്തുക? അതിപ്പോ ചോദിക്കാനുണ്ടോ? ദേ ഇങ്ങെത്തി അല്ലേടി. ആ അതെ, നമ്മളിങ്ങി എത്തിയിട്ടുണ്ടടാ. ഫോണടിച്ചുകൊണ്ട് കാറ് തറവാട് ഗേറ്റ് കടന്നു. കാറും ദേ ഇതാ അമ്മയുടെ തറവാട്, നിനക്കിഷ്ടായോ? അവൾ അവിടെ മുഴുവനും നിരീക്ഷിക്കുകയായി. ഒരാൾക്ക് കടക്കാൻ മാത്രം പാകത്തിനുള്ള ഒരു കവാടവും വലിയ വലിയ മരങ്ങളും ചെടികളും. എന്തിന് അകത്തേക്ക് ആകർഷിക്കണം എന്ന മട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന തറവാടും അവളുടെ കണ്ണിലുടക്കി. മൂവരും പതിയെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആകാംക്ഷ എന്നോണം അവിടെ മുഴുവനും കണ്ണുകൾ കൊണ്ട് പരതി. വാവ് അമ്മ, സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിനക്കിഷ്ടായോടെ അവിടെ? യാ, സോ നൈസ്. കാറിന്റെ ഹോണടി ശബ്ദം കേട്ടതിനാവാം മുതിർന്നവരും ചെറുപ്പക്കാരും അവരെ സ്വീകരിക്കാനായെത്തി. വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷം അവർ പരസ്പരം പങ്കുവച്ചു. വാ, ഇവിടെ എങ്ങനെ നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കും മൂന്ന് പേരും. എങ്ങനെ യാത്രയൊക്കെ സുഖമായിരുന്നോ? കൊച്ചുമോളെന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല മുത്തശ്ശ, നമുക്ക് സുഖം. മുത്തശ്ശന് സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖം പാർവതി. എന്നെ നിനക്കറിയില്ലല്ലോ, എൻ്റെ പേര് അശ്വിൻ. ഹായ്, ഐ എം സോബിൻ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. സൂഫി, വാവ് നൈസ്. നമുക്ക് പരിചയപ്പെടാം. ഇനിയിപ്പം ഇവളുടെ പുറകെ ആകുമല്ല. പാറുമോക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? പിന്നല്ലാതെ എന്റെ അമ്മായില്ലേ? ആഹാ, അപ്പൊ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാവോ? എനിക്കറിയാം, നീ അമ്മായിയുടെ മോളല്ലേ വൈക. നിങ്ങളെ ഒന്നും ഞാൻ നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും അമ്മ പറഞ്ഞെനിക്കായിട്ടില്ല അറിയാവുന്ന. ഓ എന്നാ പോരെ, നമുക്ക് മുകളിൽ പോയിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. പറഞ്ഞത് കേട്ടാ, എന്ന് പോവാ. നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു മൂന്ന് പേരും. അതെ, എനിക്കും നോക്കണ്ട, നമ്മളൊന്നും അവരുടെ കണ്ണിൽ കാണത്തില്ല. നിങ്ങളെന്നാ സംസാരിക്കും, ഞാൻ കുടിക്കാനെടുക്കാം. അമ്മ വയ്യാണ്ടിരിക്കല്ലേ ഇപ്പോ? ഇങ്ങനെ അധികം നേരം നിൽക്കണ്ട, ചെന്ന് കിടന്നോളൂ. നിങ്ങൾ എന്നാ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ചു നേരം വിശ്രമിക്കും. അതൊക്കെ അവര് ചെയ്തോളും, നീ അങ്ങോട്ട് ചെന്ന് കിടക്ക്. അതെ അമ്മ, ഞങ്ങൾക്ക് യാത്രാക്ഷീണം നന്നായിട്ടുണ്ട്, അമ്മ അങ്ങോട്ട് ചെന്നോളൂ. അതെ, അമ്മ അങ്ങോട്ട് ചെന്നോളൂ, അധികം നേരം ഇങ്ങനെ നിൽക്കണ്ട. മക്കളെ, ഞാൻ ചെന്ന് കിടന്നോളാം, നിങ്ങൾ അങ്ങോട്ട് ചെന്നേക്ക്. പാറുമോ അവരോടൊപ്പം റൂമിലോട്ട് എത്തിയിട്ട് ഞാൻ എന്തായാലും അവർക്ക് ജ്യൂസ് കൊണ്ടു കൊടുക്കട്ടെ. ഇവിടത്തെ അടിപൊളിയാണോ? പിന്നല്ല, നീ ഇന്ന് വന്നതല്ലേയുള്ളൂ, ഇവിടൊക്കെ നീ തന്നെ കണ്ട് മനസ്സിലാക്കും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ സ്റ്റഡീസൊക്കെ ഇവിടെ ചെയ്യാന്നാ അച്ഛൻ പറയുന്നു. അതെന്തായാലും നന്നായി. അപ്പൊ നീ ഇവിടെ തന്നെ കാണുമല്ലേ? അല്ലടാ, അപ്പൊ നിന്റെ ഏജ് എത്രയാ? 18. നിങ്ങളതോ? എനിക്കും എനിക്ക് 21, ഇവൻ 20. അല്ലേടാ? അതെ.
അല്ല പറസേ, നിനക്ക് റെസ്റ്റ് എടുക്കാമെങ്കിൽ നീ റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ അങ്ങോട്ട് പോവാം. ആഹാ, ആ കൊച്ചേത്തി ശുദ്ധമായി കൊടുക്കണ ഒക്കെ കൂടെ കളഞ്ഞിരിക്കുക. ഏയ് അത് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമിൻ്റെ കളഞ്ഞ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പിടിക്കുക, എന്നിട്ടാ വലിയ സംസാരമൊക്കെ. അല്ല ഏട്ടത്തി, എവിടെ ഏട്ടത്തിയുടെ മൂത്ത മോനെ കണ്ടില്ല? അവൻ്റെ കാര്യം പറയണ്ട, എപ്പോഴും ഓഫീസ് ഓഫീസ് എന്നുള്ളൂ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നേരം ഇരട്ടിയായതുകൊണ്ട് തന്നെ മകനെ വിളിക്കാനായി സുമിത്ര ഫോൺ എടുത്തു. അപ്പുറത്തു നിന്നും ഒരു ശബ്ദമുയർന്നു. അമ്മ, എന്താ വിളിച്ചേ? എന്തിനാ വിളിച്ചതെന്നോ? ഗൗതം, നീ ഇത് എവിടെയാ? ടൈം എത്രയാണെന്ന് അറിയാം നിനക്ക്? അമ്മ, ഞാൻ ഇറങ്ങി ഒരു 10 മിനിറ്റ്സ്, അപ്പോഴേക്കും ഞാൻ അവിടെ എത്തിക്കോളാം. എന്താടാ, വീട്ടിൽ അതിഥികൾ വന്നിട്ട് നിനക്ക് വീട്ടിൽ കയറാനായില്ലേ? ഇനിയിപ്പം നോക്കണ്ട, അതിഥികൾ വന്നോണ്ടേ വീട്ടിൽ നല്ല ബഹളമാവും. അതൊക്കെയല്ലേടാ ഒരു സന്തോഷം. നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിരിക്കല്ലേ. അല്ല, ആരൊക്കെ വരുന്നുണ്ടെന്നാ നീ പറഞ്ഞത്? ലണ്ടനിൽ നിന്ന് അമ്മായും അമ്മാവനും. കൊള്ളാവുന്ന വല്ല പെമ്പിള്ളാരും ഉണ്ടോടാ അങ്ങേർക്ക്? ആ, ഒരു പെങ്കൊച്ച, 10-18 വയസ്സാവുന്നേ ഉണ്ടാകത്തുള്ളൂ. ഓ, അത്ര ചെറുതിനൊന്നും നമുക്ക് വേണ്ടേ. ആ, അല്ലെങ്കിൽ അത് കയറി കൊടുക്ക്. നീ AK ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, ഉണ്ട്. ആ, അതാണ് പുള്ളിക്കാരൻ്റെ കമ്പനി. എൻ്റെ പൊന്നോ, ഇത്ര വലിയ കമ്പനിയുടെ ഉടമയാണോ നിന്റെ മാമൻ? എനിക്കെന്തായാലും അത്ര വലിയ ആളായിട്ടൊന്നും സെറ്റാവില്ല. വേണമെങ്കിൽ നീ നോക്കിക്കോ. ഹാ, നീ ഒന്ന് പോയേടാ. സംസാരിച്ചതൊക്കെ മതി. നീ എന്തായാലും വീട്ടിൽ പോകാൻ നോക്കിയേ, ടൈം ഒരുപാടായി. നീ പോയിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ആടാ, ഞാൻ വിളിക്കാം. ബൈ. അവനിറങ്ങിയതിന് പിന്നാലെ ഗൗതവും അവിടെ നിന്നിറങ്ങുന്നു. ദീർഘസമയത്തിന് ശേഷം അവൻ തറവാട്ടിലേക്ക് എത്തി. അവിടേക്ക് വന്നവരെ ശ്രദ്ധിക്കാതെ അവൻ മുറിയിലേക്ക് കാലുകൾ നീട്ടിവെച്ചു. കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൻ മേശപ്പുറത്തേക്ക് വെച്ച് ബാത്റൂമിലേക്ക് കയറി. അങ്കിത, ദേ അവൻ വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെയാള്? കണ്ടില്ല. റൂമിലോട്ട് പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞ ഒരു കുളി പതിവ്, അത് കഴിഞ്ഞ് മറ്റെന്തു അവൻ നോക്കൂ. ആ, എനിക്കുണ്ടോ ഒരെണ്ണം. ഒറ്റ മോളായതുകൊണ്ടേ കൊഞ്ചിച്ചങ്ങ് വഷളാക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ കുട്ടിയാ. രാവിലെ ഉറങ്ങി എണീക്കാൻ ഒരു ടൈമാ. ഉച്ചയ്ക്കാണെങ്കിലോ ഫുഡ് അയച്ചു കഴിഞ്ഞാൽ ഒരു മയക്കം, അത് പതിവാ. ആ, അത് പറഞ്ഞപ്പോഴാ കൊച്ചിനെ ഒന്ന് കാണാൻ തന്നെ കിട്ടുന്നില്ല. ആ, നേരത്തെ ഞാൻ ചെന്നപ്പോ എല്ലാവരും കൂടിയിട്ട് റൂമിൽ എന്തോ കളിക്കുക. ആ, അവൾ അവിടെ തനിച്ചല്ലേ, ഇപ്പൊ എല്ലാവരും കിട്ടിയതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷ. അമ്മയ്ക്ക് പഴയതുപോലെ ഇരിക്കാൻ വയ്യാതെ. ആ, ഇതിപ്പം അവസാന സ്റ്റേജ് അല്ലേ. അമ്മയാണെങ്കിൽ ഒന്ന് വയ്യാണ്ടായാലും ഞങ്ങളടുത്ത് പറയത്തില്ല. അതാ ഇത്രയും അറിയാൻ വൈകിയത്. അച്ഛാ, ഞാൻ നാളെ ലണ്ടനിലോട്ട് തിരിക്കൂ കേട്ടോ. അതെന്താ അങ്ങനെ? അപ്പൊ നീ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോകാനാണോ വന്നത്? അല്ല അച്ഛാ, അത് പിന്നെ പാറുമോള് നിർബന്ധിച്ചോണ്ടാ ഞങ്ങളിങ്ങനെ നേരത്തെ പോന്നെ. കമ്പനിയുടെ കുറച്ച് കാര്യം കൂടി ശരിയാക്കാനുണ്ട്. അതെ അച്ഛാ, മോള് നിർബന്ധിച്ചോണ്ടാ. ഏട്ടൻ അതൊക്കെ ശരിയാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ആ, എന്നാ പിന്നെ അവിടുത്തെ എല്ലാം ശരിയാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ നോക്ക്. ആ അച്ഛാ, എന്നാ പിന്നെ ഞാൻ ചെന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. ഇതേ സമയം നമ്മൾ ഗൗരിയുടെ മുറിയിൽ. ആ, ഇനിയിപ്പം ഞാനല്ലേ, നിങ്ങൾ ചെന്നോ, ഞാൻ റെഡി. എന്നാ വാ, നമുക്ക് പോകാം ബ്രദേഴ്സ്. ഓക്കേടാ, വാ നമുക്ക് പോകാം. മക്കളെ, നിങ്ങൾ ചെന്ന് കിടന്നു. ആ അച്ഛാ, അച്ഛൻ ചെന്ന് കിടന്നോ, ഞങ്ങളും കിടക്കാൻ പോകുക. അങ്കിത, ചെന്ന് കിടന്നോളൂ. മോളെ, ചെന്ന് കിടന്നു. ടൈം ഇത്രയായില്ലേ, ഞാൻ ചെല്ലാട്ടോ. അങ്കിത, ചെന്ന് കിടന്നോളൂ. കുട്ടികൾ വാങ്ങിയിട്ട് നമ്മളിന്ന് കിടക്കില്ല. ആ, അത് പറഞ്ഞ ശരിയാട്ടെത്തി. നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഇതേ സമയം നമ്മുടെ ഗൗതം ഫ്രഷ് ആയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഫോണും തൊട്ടടുത്തുള്ള തോർത്തുമെടുത്ത് ഗൗതം പുറത്തേക്ക് ഇറങ്ങിയതും നമ്മുടെ ഗൗരി പെട്ടെന്ന് വന്ന് ഗൗതമിനെ ഇടിച്ചു. അവൻ അവളെ പിടിച്ചതും ആ കയ്യിലുണ്ടായിരുന്ന ഫോണ് താഴേക്ക് വീണു. എന്നാലും അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അയ്യോ സോറി, ഇതാ നിങ്ങളുടെ ഫോണ്. പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഞാൻ കണ്ടില്ല. ഐ എം സോറി. എന്നാ ഞാൻ പോട്ടെ? അങ്ങനെ അങ്ങ് പോയാലോ? എന്നെ ഇടിച്ചതും പോരാ, എൻ്റെ ഫോണും താഴിട്ടിട്ട് അങ്ങ് പോകുകയാണോ? നീ എന്താ മോയൻ്റെ കുഞ്ഞാണോ? ഒന്നില്ലെങ്കിലും ഇത്രയും വലുപ്പമില്ലേ നീ? ഓടിച്ചാടി നടക്കുക. എന്താടി ഇവിടെ പണി? എന്നെ ഇടിച്ചിട്ടതും പോരാ, എൻ്റെ ഫോണേ ഇതാ ഒന്ന് വീക്കങ്ങ് വെച്ച് തന്നുണ്ടല്ലോ. എൻ്റെ കൃഷ്ണ, ഭാഗ്യത്തിന് എൻ്റെ ഫോണിനൊന്നും പറ്റില്ല.
എന്നെ നോക്കി നിൽക്കാതെ റൂമിലോട്ട് കയറിക്കൂടി. എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ചെന്ന് കയറി.